ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഡയമണ്ട് കട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും, മധുരമുള്ളതും എരിവുള്ളതും. അപ്പോൾ ഞാനിന്ന് മധുരമുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്ത് നോർമൽ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ കുഴച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടി പൊടി തൂവിക്കൊടുത്ത് നന്നായിട്ട് കട്ടി കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും കട്ടി പാടില്ല, കട്ടി പറ്റ കുറച്ചിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കത്തി വെച്ച് നമുക്കിത് അതുപോലെ പതുക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മുരിച്ചെടുക്കാം. ഏകദേശം ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കളർ വരണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഇങ്ങനെയല്ല, ഇനി മധുരം വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ മേലേക്കൂടെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. മറ്റു നല്ല റെസിപ്പിയുമായിട്ട്